ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു എലമെൻറ്റ്സും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യണേ എന്നുള്ളതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ്. സോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത എലമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ XML ഫയൽ ഞാൻ ടെലിഗ്രാമിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ എല്ലാവരും ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ റെഫറൻസ് ജസ്റ്റ് ഒന്ന് ആഡ് ആക്കാം. ഓക്കെ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് ഇത് ഈ ഒരു കോർണറിലേക്ക് ആക്കി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇത് ഇവിടെ വെച്ചാണ് ആ ഒരു ടെക്സ്റ്റ് വേണ്ടത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലിറിക്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ദെൻ നമുക്ക് നമ്മുടെ ഫോണിലെ ക്രോം ഓപ്പൺ ആക്കാം. ക്രോം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിൽ സെർച്ചിൽ കോഡ് FML മലയാളം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സൈറ്റ് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അടിയിൽ വരുന്ന ആ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ അലൈറ്റ് മോഷനിൽ ചെന്ന് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കോഡ് പോലെയാണ് കാണുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫോണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിലുള്ള മലയാളം ഫോണ്ടൊക്കെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. സോ മലയാളം ഫോണ്ടൊക്കെ എങ്ങനെയാണ് ആഡ് ആക്കണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ ഞാൻ കുറച്ച് ഫോൺസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫോണ്ടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ എഫക്റ്റിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കളർ റെഡ് ആക്കി കൊടുക്കണേ. സോ എഫക്റ്റിലേക്ക് കടന്നതിന് ശേഷം ഫസ്റ്റ് തന്നെ നമുക്ക് എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സെർച്ചിൽ നമുക്ക് എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ദെൻ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്മൂത്ത്നെസ്സും ത്രിഷോൾഡറും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു റെഡിൻ്റെ ചുറ്റും ഗ്ലോ ആയിട്ട് വരുന്ന ആ ഒരു ഫീൽ കിട്ടും. ഓക്കെ, നമുക്കിത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്ലോയിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഫക്റ്റിൽ വരാം. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ റേഞ്ചിൽ ഫസ്റ്റ് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ നമുക്ക് ട്രാൻസ്ഫോമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓഫ്സെറ്റ് ജസ്റ്റ് ഒന്ന് 54 ആക്കി കൊടുക്കാം. ഓക്കെ, 54 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ജസ്റ്റ് ആ ഒരു സ്കെയിലും സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് 0 ആക്കി കൊടുക്കാം. ഫസ്റ്റ് തന്നെ ആൽഫ നമുക്ക് 0 ആക്കി കൊടുക്കുന്നുണ്ട്. ആൽഫ ആക്കാം. ദെൻ സ്ട്രെച്ച് 0 ആക്കി കൊടുക്കാം. ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ആംഗിൾ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ഏറ്റവും അടിയിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഈസീൻ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ ജസ്റ്റ് ഫുള്ളാക്കി കൊടുക്കുക. ഈസി ഔട്ട് നമുക്ക് ഫുള്ളായിട്ട് ബാക്ക് ഔട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ദെൻ നമുക്ക് ഇതിൽ ഷേപ്പ് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് അല്ലെങ്കിൽ സ്ക്വയർ ആക്കി കൊടുക്കുക. ഞാൻ ഇവിടെ സ്ക്വയർ ആണ് കൊടുക്കണത്. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ആണ് ആ ഒരു ഓവർലാപ്പ് ജസ്റ്റ് ഒരു 200 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. സോ അത് നിങ്ങൾ ആ ഒരു ടൈം എടുത്ത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ബെൻഡ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. സോ സെർച്ചിൽ നിന്ന് ബെൻഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആംഗിളിൽ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് 0 ആക്കി കൊടുക്കാം. ഫസ്റ്റ് തന്നെ 6 ആക്കണം. എന്നിട്ട് അതിൻ്റെ സെക്കൻഡാമത്തെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ദെൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടെക്സ്റ്റ് നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റ് കിട്ടണം. സോ അതിനായി ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് ആ ഒരു കീ ഫ്രെയിം റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക. ദെൻ ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ആഡ് ചെയ്ത കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ദെൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഗോഷൻ ബ്ലർ ആഡ് ചെയ്യാം. സോ ഗോഷൻ ബ്ലർ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ അതിൻ്റെ വാല്യൂ ഫുള്ള് കുറയ്ക്കണേ.
എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ബ്ലറായി പോണ കാണാം. ഓക്കെ, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ ഒരു സ്ട്രിപ്പും കാര്യങ്ങളും ആ ഒരു കളറിങ്ങും പിന്നെ ആ ഒരു ബ്ലാക്ക് ലൈനും വന്ന് എങ്ങനെയാണ് റെഡി ആക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോസിനൊക്കെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടണേ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് മൂവ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നത് ഇത് ഇവിടെ വെച്ചാണ്. ഓക്കെ, അവിടം വരെ നമുക്ക് ആ ഒരു ഷേപ്പിന് ഡ്യൂറേഷൻ കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പ് സൂം ചെയ്ത് സ്ക്രീൻ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ എഫക്ട് സെക്ഷനിൽ പോയിട്ട് അതേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണും. സോ ആ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ വരാം. എന്നിട്ട് നമുക്ക് സെർച്ചിൽ ഫ്രാക്ച്വൽ വാർപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ പൊസിഷൻ എന്ന് പറഞ്ഞ് കാണും ഫസ്റ്റ് തന്നെ. സോ അത് എക്സിൽ നമുക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻഡിൽ ചെന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 5000 ആക്കി കൊടുക്കുക. ഒരു 5700 ഒക്കെ ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് അടിയിലാണ് ഒരു പാരലക്സിൻ്റെ വാല്യൂ ഒരു 400 ആക്കി കൊടുക്കാം. ഒരു 437 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് നേരെ അടിയിൽ വന്നു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്ന് കാണും. സോ അതിൻ്റെ വാല്യൂ നമുക്ക് 0.010 ആക്കി കൊടുക്കാം. സോ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് 0.1 0.10 തന്നെ ആക്കി കൊടുക്കുക. ഓക്കെ, അതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും അടിയിൽ കാണാം ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് അതിൻ്റെ വാല്യൂ നമുക്ക് 2.51 ആക്കി കൊടുക്കാം. 2.51 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ തൊട്ടടിയിൽ കാണുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. ദെൻ സ്ക്രീൻ സ്പേസ് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം. ആൻഡ് നമുക്ക് ഒക്ടാവേവ്സ് നമുക്ക് ജസ്റ്റ് 4 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ആഡ് ചെയ്തതിന് ആ ഒരു പൊസിഷനിൽ നമുക്കൊരു എന്താ പറയുക ഒരു കർവ് ആഡ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ സ്ക്രീനിൽ നോക്കാം. നമുക്ക് ആ ഒരു പൊസിഷൻ്റെ ഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ആ ഒരു ലാസ്റ്റത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു യെല്ലോ ബോൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലത്തെ ആ ഒരു കർവ് കാണാം. ആ ഒരു ഗ്രാഫ് കാണാം. സോ ആ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആ ഒരു ക്യാരക്ടറിനും ആ ഒരു ഒബ്ജക്റ്റിനൊക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയ പോലെ ഫീൽ വരും. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് എവിടെ വെച്ചാണോ കഴിയണത് അവിടെ നിന്നിട്ട് ഈ ഒരു ഷേപ്പ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ആ ഒരു സെക്കൻഡ് ആഡ് ചെയ്ത ഷേപ്പ് എവിടെ നിന്നിട്ടാണോ എൻഡ് ആവണത് അവിടെ വെച്ച് വീണ്ടും നമുക്ക് ആ ഒരു ഷേപ്പ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ അത് വീഡിയോ ഫുള്ള് തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫോട്ടോയുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫോട്ടോയിൽ മൂവ്മെൻറ്റിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രിപ്പ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആ ഒരു ബ്ലാക്ക് ലൈനും പിന്നെ ആ ഒരു കളറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനായി നമുക്കൊരു ഷേപ്പ് ആഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഷേപ്പ് ആഡ് ചെയ്തിട്ട് സ്ക്രീൻ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ നമുക്ക് ആ ഒരു വീഡിയോയുടെ ഫുള്ള് ഈ ഒരു ഷേപ്പ് കൊണ്ടുവന്നതിന് ശേഷം എഫക്റ്റിൽ പോവുക. അതേഴ്സിൽ നമുക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കാണും. ദെൻ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയിട്ട് സ്ട്രിപ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ദെൻ ആ ഒരു സ്ട്രിപ്സ് ആഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കൗണ്ട് നമുക്ക് ഒരു 23 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ വിഡ്ത്ത് നമുക്ക് 50 തന്നെ 50. ആംഗിൾ നമുക്ക് 0 ആക്കി കൊടുക്കാം. 45 ആയിരിക്കും, നമുക്ക് ആംഗിൾ 0 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, ബ്ലാക്ക് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ആ ഒരു സ്മൂത്തിങ് എന്ന് പറയണത് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് അതിൽ കോൺട്രാസ്റ്റിൽ ഏതെങ്കിലും ഒരു എണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രിപ്സ് ആഡ് ചെയ്യണത്. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ വീഡിയോസിൽ കുറച്ചുകൂടെ കളറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും ഒരു ഷേപ്പ് ആഡ് ചെയ്യുക. ദെൻ സ്ക്രീൻ ഫുള്ളാക്കിയിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എഫക്റ്റിൽ ചെന്ന് നമുക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക.
ദെൻ നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ ചെന്നിട്ട് കളർ ആൻഡ് ലൈറ്റിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ് കളറിങ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ഒക്കെ ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വീണ്ടും അതിൻ്റെ എഫക്ട് സെക്ഷനിൽ ചെന്നിട്ട് നമുക്ക് എക്സ്പ്ലോഷൻ ആൻഡ് ഗാമ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് അത്യാവശ്യം ബ്രൈറ്റ് ആയി കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോസിന് ചെറിയൊരു ഫ്ലിക്കറിങ് കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഒരു ഷേപ്പ് ആഡ് ചെയ്യുക, സ്ക്രീൻ ഫുള്ളാക്കി കൊടുക്കുക. ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ വരാം. ദെൻ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ വന്നിട്ട് ഈ ഒരു എക്സ്പ്ലോഷൻ്റെ ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ എക്സ്പ്ലോഷർ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. ഓക്കെ, വീണ്ടും എഫക്ട് സെക്ഷനിൽ വരാം, ഫ്ലിക്കർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രീക്വൻസി ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. സ്ട്രെങ്ത് അത്യാവശ്യം ഒരു മീഡിയം ആക്കി കൊടുക്കുക. സ്മൂത്തനിങ്ങും അത്യാവശ്യം കുറച്ച് കൊടുക്കുക, ഒരു 66 ആക്കി കൊടുക്കുക. ദെൻ സ്പീഡ് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഫുള്ളായിട്ടല്ല, ഒരു 50 അല്ലെങ്കിൽ ഒരു 20 ഇടയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ രീതിയിൽ ആ ഒരു ഫ്ലിക്കറിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.